ഇന്ന് പത്രവിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ലിജോ വർഗീസ് ആണ്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നിരവധി വാർത്തകൾ, വ്യത്യസ്തമായ വാർത്തകളാണ് ഇന്ന് ഓരോ പത്രങ്ങളിലും തലക്കെട്ടുകളാകുന്നത്. നമുക്ക് വേഗത്തിൽ അത് പരിശോധിച്ച് വരാം. മാതൃഭൂമിയിൽ ഇന്ന് ഒന്നാമത്തെ വാർത്ത വീണയ്ക്ക് ഹവാല വല എന്നാണ്. CMRL എക്സാലോജിക് കേസ് ദുബായിലേക്ക് 85 ലക്ഷം രൂപ മാറ്റിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുവെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. ED പറയുന്നത് ഇന്ത്യൻ കറൻസിയിൽ 20 കോടി 5 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിയതിൻ്റെ കുറിപ്പ് കണ്ടെത്തിയെന്നാണ്. ഇന്റർനെറ്റ് കോളിനായി മറ്റൊരാളുടെ സിം ഉപയോഗിച്ചു, മുഹമ്മദ് റിയാസിനെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ലോക്കർ ഇന്ത്യയുടെ വിലാസം കോഴിക്കോട്, കെട്ടിടത്തിൽ കടലാസിൽ പതിച്ച പേര് മാത്രം എന്നതടക്കമുള്ള കാര്യങ്ങളും മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് ഉണ്ട്. മനോരമയിലേക്ക് വരുമ്പോൾ മനോരമ പറയുന്നത് കോടിക്കുരുക്ക് എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കയ്യെഴുത്ത് കണക്കുകൾ കണ്ടെത്തി 85 ലക്ഷം രൂപ ദുബായിലേക്ക് ഹവാല സൂചനയും റിയാസിലേക്കും ചോദ്യമുന എന്നത് അതേ വാർത്ത തന്നെയാണ്. പക്ഷേ അത് കോടിക്കുരുക്ക് എന്നാണ് അതിന് മനോരമ ഇന്ന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ സുപ്രഭാതം പറയുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പൊളിച്ചെഴുതണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളതാണ്. NTA-യിൽ സ്ഥിരം പരിഷ്കാരം വേണമെന്ന് സുപ്രീം കോടതി, UPSC-യെ മാതൃകയാക്കി സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് സുപ്രഭാതം അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാക്കി മാറ്റുന്നത്. ദേശാഭിമാനി പറയുന്നത് കോടതിയിൽ പതറി കേന്ദ്രം എന്നാണ്. നീറ്റ് ചോദ്യചോർച്ച NDA-യിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ശാക്തീകരിക്കപ്പെട്ട സ്ഥാപനമായി അത് ഉടച്ചു വാർക്കണമെന്നും പറഞ്ഞു എന്നുള്ളത് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. യുവജന വിദ്യാർത്ഥി രോഷം ആളിക്കത്തിയ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച ഹർജികളിൽ സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം മുട്ടി കേന്ദ്ര സർക്കാർ. രാധാകൃഷ്ണൻ സമിതിയും നന്ദൻ നിലേക്കാനി സമിതിയും നൽകിയ ശുപാർശകളിൽ എടുത്ത നടപടിയും അതിൻ്റെ പുരോഗതിയും വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം 3 ആഴ്ചക്കകം സമർപ്പിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യവും ദേശാഭിമാനി പറയുന്നുണ്ട്. മാധ്യമം മറ്റൊരു വാർത്തയാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്തയാക്കി ഇന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് പാറ്റയാകാൻ മോദിയും രാഹുലും എന്നാണ്. നീറ്റ് പ്രക്ഷോഭ വിജയത്തിൽ ചകിതരായ BJP സർക്കാരും വിദ്യാർത്ഥി യുവ സമൂഹത്തിൻ്റെ സർക്കാർ വിരുദ്ധത അവസരമാക്കാൻ കോൺഗ്രസും ജൻസികളിലേക്ക് ഇറങ്ങുന്നു എന്നാണ് മാധ്യമം അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മോദി സർക്കാരിൻ്റെ പരിപാടി ഒരു ദിനം ഒരു സർവകലാശാല എന്നാണ്. തൻ്റെ സർക്കാരിനെ ജൻസികളുമായി അടുപ്പിക്കാനുള്ള നിർണായക നീക്കമെന്ന നിലയ്ക്ക് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ചറിയാനും സംവദിക്കാനും ഓരോ കേന്ദ്രമന്ത്രിയെയും ഓരോ സർവകലാശാലയിലേക്കും അയക്കാനാണ് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമെന്ന് പറയുന്നു. രാഹുലിൻ്റെ ഛാത്രോം കി ഗൂഞ്ച് ഇതിനോടകം നടത്തിയ ഏതാനും നഗരങ്ങളിൽ വൻ വിദ്യാർത്ഥി പങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായി മാറിയ ഈ പരിപാടി 800 നഗരങ്ങളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മാധ്യമം ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയാക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത ഇന്ന് ദീപികയിൽ പ്രധാനപ്പെട്ട വാർത്ത വീണ വിജയനുമായി ബന്ധപ്പെട്ട വീണയുമായി ബന്ധപ്പെട്ട വാർത്തയാണെങ്കിൽ പോലും അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് എഥനോൾ നിർമ്മാണത്തിന് കരിമ്പ് മാറ്റുന്നു എന്നാണ്. പഞ്ചസാര വില സർവകാല റെക്കോർഡിലേക്ക് എന്നാണ്. കൃത്രിമ ക്ഷാമവും പൂഴ്ത്തിവെപ്പും തടയുന്നതിനായി മൊത്ത വ്യാപാരികൾക്ക് കൈവശം വെക്കാവുന്ന പഞ്ചസാരയുടെ അളവിന് പരിധി നിശ്ചയിക്കാൻ സർക്കാർ നീക്കം തുടങ്ങി എന്നുള്ള കാര്യം പറയുന്നു. പെട്രോളിൽ ചേർക്കാനുള്ള എഥനോൾ നിർമ്മാണത്തിനായി കരിമ്പ് വൻതോതിൽ ഉപയോഗിക്കുന്നതിനെ തുടർന്ന് രാജ്യത്ത് പഞ്ചസാരയ്ക്ക് രൂക്ഷമായ ക്ഷാമവും വിലക്കയറ്റവും. ഉത്സവ സീസണുകൾ അടുത്തിരിക്കെ റീറ്റെയിൽ വിപണിയിൽ പഞ്ചസാര വില സർവകാല റെക്കോർഡിലെത്തി എന്നുള്ള കാര്യം ആണ് ദീപിക അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ജനയുഗം പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ട് കൂടെ ആണ് ഈ വാർത്ത. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ അവശ്യ സാധനങ്ങൾക്ക് വൻ വിലക്കയറ്റം, വിപണി പൊള്ളുന്നു എന്നാണ് ജനയുഗത്തിൻ്റെ ഒന്നാമത്തെ ഹെഡ്ലൈൻ. ഇടപെടലിന് യാതൊരു നടപടിയുമില്ല, സാധനങ്ങൾ എത്താത്തതിൽ ദൗർലഭ്യം, ഉപഭോഗം കുറയുന്നത് കച്ചവടക്കാരെ ബാധിക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ജനയുഗം അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നത്. മറ്റൊരു വാർത്തയാണ് കേരള കൗമുദിയിലുള്ളത്. അത് നഷ്ടം പ്രശ്നമല്ല, ബെവ്കോയിൽ ബോണസ് 1,05,000 രൂപ വരെ എന്നുള്ള വാർത്തയാണ്. ബീവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലാണെങ്കിൽ എന്ത്? ജീവനക്കാർക്ക് ബോണസ് 1,05,000 രൂപ. കഴിഞ്ഞ വർഷത്തേക്കാൾ 2,500 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 4,000 ജീവനക്കാർക്ക് ഈ തുക കിട്ടും എന്നാണ് കേരള കൗമുദി അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്ത തൊട്ട് മുൻപ് സേതുവും അതോടൊപ്പം തന്നെ അമലും ചേർന്ന് സംസാരിച്ച വാർത്ത, അത് കരുവാറ്റ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ വിങ്ങിപ്പൊട്ടി പെൺകുട്ടി എന്നാണ്. എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, ആ ആൻറ്റിയെ പോലൊരു അമ്മ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ
ആയി പോവില്ലായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിനെത്തിയ വനിതാ SIO നോക്കി 13-കാരികൾ പൊട്ടിക്കരഞ്ഞു എന്നുള്ള വാർത്ത മനോരമയുടെ ഒന്നാമത്തെ പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായുണ്ട്. മാതൃഭൂമിയിൽ ഇത് തന്നെ ടീനേജേഴ്സിനെയുമായി ബന്ധപ്പെട്ട് പുതിയ ഏജൻസി കുട്ടികളെയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് മോഷണക്കുറ്റം ആരോപിച്ച് 12-കാരന് ക്രൂര പീഡനം എന്നുള്ള വാർത്തയാണ്. ഇത് കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്നുള്ള വാർത്തയാണ്. ബന്ധുക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. കൈകാലുകൾ കൂട്ടിക്കെട്ടി മുറിയിൽ അടച്ചിട്ട് മർദ്ദിച്ചു, കണ്ണിൽ മുളക് വെള്ളം ഒഴിച്ചു, നഖത്തിൽ ഈർക്കിലി കുത്തിക്കയറ്റി. ആ ചിത്രമടക്കം ഇന്ന് മാതൃഭൂമിയിലുണ്ട്. ആ കുട്ടി പൂട്ടിയിട്ട മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടിയെ റോഡിലെത്തിയ കുട്ടിയെ ഒരു വഴിയാത്രക്കാരനാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്ത് വരുന്നത്. വാച്ച് മോഷ്ടിച്ചതെന്ന് ആരോപിച്ച് ബന്ധു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇത്രത്തോളം ക്രൂരമായ മർദ്ദനത്തിന് 12-കാരൻ ഇരയാക്കി എന്നുള്ള കാര്യമാണ് മാതൃഭൂമി അവരുടെ ഉൾപേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് രണ്ട് സ്പോർട്സ് വാർത്തകൾ നോക്കിയാൽ മാധ്യമത്തിലെ സ്പോർട്സ് പറയുന്നത് നോക്ക് ദേ ഇന്ത്യ എന്നാണ്. ലോകകപ്പ് ഹോക്കിയിൽ പാകിസ്ഥാനെയും ടെസ്റ്റിൽ ശ്രീലങ്കയെയും തോൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ രണ്ട് വാർത്തയും ചേർത്ത് വെച്ചുകൊണ്ട് നോക്ക് ദേ ഇന്ത്യ എന്ന് മാധ്യമത്തിൻ്റെ സ്പോർട്സ് പേജിലെ ഹെഡ്ലൈൻ അങ്ങനെയാണ്. മാതൃഭൂമി പറയുന്നത് സൂപ്പർമാൻ സുധർ എന്നാണ്. ശ്രീലങ്കയെ 165 റൺസിന് തോൽപ്പിച്ചു. മാനവ സുധറിന് രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ്, രണ്ട് ഇന്നിംഗ്സുകളിലുമായി 10 വിക്കറ്റ്. ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം എന്നുള്ള കാര്യം മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജിലുണ്ട്. മനോരമ പറയുന്നത് ഗോൾ അടിച്ചു എന്നാണ്. ഇതേ വാർത്തയിൽ അവരുടെ ഹെഡ്ലൈൻ ഗോൾ അടിച്ചു എന്നാണ്. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് 165 റൺ വിജയം എന്നുള്ള വാർത്തയാണ് അത്. എഡിറ്റോറിയലിലേക്ക് പോയാൽ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ PM-KS ഫണ്ടിലെ ദുരൂഹത എന്നാണ് അവരുടെ എഡിറ്റോറിയൽ. വരുമാനത്തിൻ്റെ ഭീമമായ പങ്ക് എന്തുകൊണ്ടാണ് നിഷ്ക്രിയമാക്കി വെച്ചിരിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നു എന്നാണ്. കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട കാലത്ത് തുടങ്ങി 2020 മാർച്ചിലാണ് കേന്ദ്ര സർക്കാർ PM-KS ഫണ്ടിന് തുടക്കമിട്ടത്. പക്ഷേ ഇതുവരെ അതിൽ നിന്ന് വളരെ ചെറിയ തുക മാത്രമാണ് വിനിയോഗിച്ചതെന്നുള്ള വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു എഡിറ്റോറിയൽ ഇന്ന് മാതൃഭൂമി എഴുതുന്നത്. ഈ തുക മുഴുവൻ ഇങ്ങനെ കെട്ടിവെക്കുന്നത് എന്തിനെന്ന് മാതൃഭൂമി ചോദിക്കുന്നുണ്ട്. ദീപിക കുറെ കൂടി ശക്തമായ ഭാഷയിലാണ് ആ എഡിറ്റോറിയൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയൽ എഴുതുന്നത്. PM-KS ചവിട്ടിപ്പിടിച്ച ചാവുചണം എന്നാണ് അതിന് അവരുടെ എഡിറ്റോറിയൽ. PM-KS ചവിട്ടിപ്പിടിച്ച ചാവുചണം എന്നാണ്. മുണ്ടക്കൈ, ചൂരൽമല, വിലങ്ങാട്, നിലവിളി ആകാശത്തും ഭൂമിയിൽ നിന്നും കണ്ടിട്ടും PM-KS ഫണ്ടിൽ നിന്ന് ചില്ലിക്കാശ് തന്നില്ല. ഇനി അത് ആർക്ക് കൊടുത്താലും സന്തോഷമേ ഉള്ളൂ. നമുക്ക് മനുഷ്യരാണ് മുഖ്യം. പക്ഷേ അതിലെ ഓരോ ചില്ലിക്കാശിലും ചാവുചണം എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് ദീപിക ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ 8,452 കോടി രൂപ നീക്കിയിരിപ്പുള്ള അക്കൗണ്ടിൽ നിന്ന് ആ വർഷം ചെലവഴിച്ചത് വെറും 87.85 ലക്ഷം രൂപ മാത്രം. 1% പോലുമില്ല. 2024 ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെത്തിയിരുന്നു. ആകാശത്ത് അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ഇത്രത്തോളം ദുരിതവും അവിടെ നിന്നൊരു കുട്ടിയെ അടക്കം എടുത്ത് താലോലിക്കുകയൊക്കെ ചെയ്ത ചിത്രങ്ങളൊക്കെ പിറ്റേ ദിവസം പത്രങ്ങളിലും അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നെങ്കിലും അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും തരാതെ ആ പണം മുഴുവൻ ഇറുകെ പിടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി എന്ന് ദീപിക വിമർശിക്കുന്നുണ്ട്. മാധ്യമത്തിൽ ഒരു എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാം. സെൻസസിന് മറവിലെ ജാതിക്കൊല എന്നാണ് അതിന് അവർ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ചോദ്യാവലിയിൽ ജാതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും, അതായത് രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസിൻ്റെ ചോദ്യാവലിയിൽ ജാതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ജാതി സെൻസസിൻ്റെ ആത്യന്തിക ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുന്ന സമീപനമാണ് ഈ കാനേഷുമാരിയിലും ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഈ കാര്യത്തിൽ പറയുന്നത്. നടപ്പ് സെൻസസിൽ പേരിനൊരു ജാതി ചോദിക്കുന്നുണ്ടെന്നത് ശരിയാണ്. ആ നിലയിൽ ജാതി എണ്ണപ്പെടുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ എണ്ണുമെന്നതും പ്രസക്തമാണ്. ഓരോ സംസ്ഥാനത്തുമുള്ള വ്യത്യസ്ത ജാതികളുടെയും ഉപജാതികളുടെയും പട്ടിക നൽകാതെ പൗരന്മാരോട് ജാതി ചോദിച്ച് അവർ പറയുന്നത് എന്തോ അത് രേഖപ്പെടുത്താനാണ് നിർദ്ദേശം. ഒരേ സാമൂഹിക വിഭാഗം ഓരോ സംസ്ഥാനങ്ങളിലും പല പേരുകളിലായിരിക്കും അറിയപ്പെടുക. ചിലയിടങ്ങളിലെ ജാതി മറ്റു പ്രദേശങ്ങളിൽ ഉപജാതിയുടെ പേരിലായിരിക്കും. അത് മറ്റു സംസ്ഥാനങ്ങളിലെ കുടുംബപ്പേരുമാകാം. ഭാഷയിൽ ഇത്രത്തോളം വലിയ വ്യത്യാസം ഉണ്ടാകുമ്പോൾ 140 കോടിയിലധികം മനുഷ്യരെ എങ്ങനെ ഇതിൽ ഉൾക്കൊള്ളിക്കും എന്നാണ് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ ചോദിക്കുന്നത്. വാസ്തവത്തിൽ വളരെ ലളിതമായി പരിഹരിക്കാവുന്ന ഒരു വിഷയം. ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന് ജാതിയുടെ കണക്ക് കൃത്യമായി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള വിമർശനം കൂടി മാധ്യമം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വ്യത്യസ്തമായ എഡിറ്റോറിയലുകളും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ തലക്കെട്ടുകളും ഒക്കെയുള്ള ഒരു ദിവസമാണ് ഇന്ന് പത്രങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. തിരികെ സേതുവിലേക്ക്.